ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ അവസാന വോട്ടും പെട്ടിയിലായതോടെ കേന്ദ്ര സർക്കാർ തനി നിറം കാണിച്ചു. ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭങ്ങളിലൊന്നായ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമല്ലെന്നാണ് പ്രഖ്യാപനം. അപ്പോൾ തീർച്ചയായും പ്രധാനമന്ത്രിയെ കണ്ണിൽ ചോരയില്ലാത്ത മോദി എന്ന് വിളിച്ചവരാണ് ശരി. സാങ്കേതികത്വത്തിന്റെ മറപിടിച്ചാണ് കേന്ദ്രം കേരളത്തിന്റെ ആവശ്യം തള്ളിയത്. ഇപ്പോൾ ദുരന്തമുഖത്തെ മോദിയുടെ മുഖമാണ് ഏവരുടെയും മനസ്സിൽ. അത് വെറും ഫോട്ടോഷൂട്ടാണെന്ന് അന്നേ പറഞ്ഞവർ ഇവിടെയുണ്ട്. ആ പറഞ്ഞവർ ഇപ്പോൾ ശരിക്കും ചിരിക്കുകയാണ്. നൈസ മോളെ താലോലിക്കുന്ന വീഡിയോ മോദി വിരുദ്ധർ പോലും സാമൂഹിക മാധ്യമങ്ങളിൽ നിറച്ചു. ആ വീഡിയോയിലൂടെ കാവിപ്പടകൾ മോദിയിലെ മുത്തച്ഛനെ വാഴ്ത്തി. എല്ലാം വെറുതെയായി. മനസ്സാക്ഷിയെ മരവിപ്പിച്ച ദുരന്തമുഖത്തും BJP രാഷ്ട്രീയം മാത്രം കളിക്കുകയാണ്. ഇപ്പോഴല്ലാതെ എപ്പോഴാണിവർ മനുഷ്യന്റെ കണ്ണീര് കാണുക? നാളിതുവരെയും കേന്ദ്രത്തിന്റെ കനിവിനായി കേരളം കാത്തിരിക്കുകയായിരുന്നു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന് കത്ത് നൽകി. കേന്ദ്രത്തിന്റെ രക്ഷാസേനകളായ SDRFന്റെയും NDRFന്റെയും മാനദണ്ഡപ്രകാരം അനുവദിക്കാനാവില്ല. ദുരന്തത്തെ ലെവൽ 3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി പരമാവധി സഹായം ലഭ്യമാക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടത്. 600ഓളം കുടുംബങ്ങളെയാണ് വയനാട്ടിൽ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കേണ്ടത്. എല്ലാ സൗകര്യവുമുള്ള ടൗൺഷിപ്പാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം. ഓരോരുത്തർക്കും ഭാവിയിലേക്കുള്ള ജീവിതമാർഗങ്ങളും തെളിച്ചു കൊടുക്കേണ്ടതുണ്ട്. തനിച്ചായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പാക്കേജ്, തൊഴിൽ നഷ്ടമായവർക്ക് വരുമാനമുറപ്പിക്കാൻ പരിപാടി, പുനരധിവാസത്തിനുള്ള സാമ്പത്തിക പിന്തുണ, കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള സഹായം. കേരളത്തിൽ കേന്ദ്ര കാലാവസ്ഥാ പരിസ്ഥിതി ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രത്യേക സെന്ററുകളും പ്രാദേശിക ഓഫീസുകളും തുടങ്ങി അടിയന്തര പ്രാധാന്യമുള്ള പല ആവശ്യങ്ങളും കേരളം മുന്നോട്ട് വെച്ചു. കേരളം കണ്ട ഏറ്റവും വിനാശകാരിയായ പ്രകൃതി ദുരന്തത്തിന്റെ ഇരകൾക്ക് സ്വാന്തനമേകാൻ മനസാക്ഷിയുള്ളവർ ചേർന്നു നിന്നു. വിവിധ സംസ്ഥാനങ്ങൾ, സംഘടനകൾ, വ്യവസായ പ്രമുഖർ. ഇനി അവരിലാണ് പ്രതീക്ഷ, മോദിയിലല്ല. മോളെ നൈസ, അയാൾ ഇതിലും വലിയ ദുരന്തമാണ്.